ചിലർ പറയുന്നത് പ്രപഞ്ചത്തിന് സത്യമറിയാൻ ശ്രമിക്കുന്നവർ, ഈ ജീവിതത്തിന് സത്യമറിയാൻ ശ്രമിക്കുന്നവർ, ആത്മീയതയുടെ യാത്ര നടത്തുന്നവർ, ഇവർ ആദ്യം തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ടത്രേ. അത് ഇതാണ്: ഏത് ജീവിതമാണോ നിങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്നത്, ആ ജീവിതം സത്യമല്ല. ഇത് വെറും ഒരു സ്വപ്നമാണ്. എത്ര നാൾ നിങ്ങൾ ഈ ജീവിതത്തെ സത്യമെന്ന് വിശ്വസിക്കുന്നുവോ, അത്രയും നാൾ യഥാർത്ഥ സത്യം നിങ്ങൾക്കറിയാനോ അനുഭവിക്കാനോ സാധിക്കില്ലത്രേ. ഈ ജീവിതം വെറും ഒരു സ്വപ്നമാണെന്നും യഥാർത്ഥ സത്യം ഇതല്ലെന്നും തിരിച്ചറിയുന്നതാണത്രേ ആത്മീയ യാത്രയിലുള്ള ആദ്യത്തെ പടി. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. സ്വപ്നങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നോക്കൂ, നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ഒരിക്കൽ പോലും അതൊരു സ്വപ്നമാണ് എന്ന് ചിന്തിച്ചിട്ടേയില്ല. ഇത് സത്യമല്ല എന്ന് ചിന്തിച്ചിട്ടേയില്ല. സ്വപ്നത്തിൽ നമ്മൾ എന്ത് കാണുന്നുവോ അത് സത്യമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയല്ലേ? നമ്മളിൽ പലരും മിക്ക ദിവസങ്ങളിലും സ്വപ്നങ്ങൾ കാണാറുണ്ട്. മോശം സ്വപ്നങ്ങളാണെങ്കിൽ നമ്മൾ അത് കണ്ട് പേടിക്കാറുണ്ട്, നമ്മൾ കരഞ്ഞിട്ടുണ്ട്, നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. നല്ല സ്വപ്നമാണെങ്കിൽ അത് ആസ്വദിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. സത്യത്തിൽ സ്വപ്നം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ കണ്ടതെല്ലാം വെറും സ്വപ്നമായിരുന്നുവെന്ന്, അതൊന്നും സത്യമായിരുന്നില്ല എന്ന്. ശരിയല്ലേ? കണ്ടതൊരു മോശം സ്വപ്നമാണെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കുന്നു. കണ്ടത് വളരെ നല്ലൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ, നമ്മൾ ആ സ്വപ്നത്തിൽ സന്തോഷിക്കുകയായിരുന്നുവെങ്കിൽ, എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നു, അയ്യോ അത് വെറും ഒരു സ്വപ്നമായിരുന്നല്ലോ എന്ന്. സ്വപ്നങ്ങൾക്കൊരു പ്രത്യേകതരം ക്വാളിറ്റിയുണ്ട്. സ്വപ്നം കാണുമ്പോൾ അത് സത്യമല്ല എന്ന് ആരും തിരിച്ചറിയില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും നേരം അത് സത്യമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്വപ്നത്തിൽ എന്ത് നടന്നാലും നമ്മൾ അതിന് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യും, ശരിയായ രീതിയിൽ റിയാക്ട് ചെയ്യും. പറയുന്നത് ജീവിതവും സ്വപ്നം പോലെയാണെന്നാണ്. ഇതും ഒരു സ്വപ്നമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഉറക്കത്തിലാണ്. അത് കാരണം ഇവിടെ നടക്കുന്നതെല്ലാം നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥ പറയട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചു രാജ്യത്തിലെ രാജാവിൻ്റെ ഒരേ ഒരു മകന് തീരെ സുഖമില്ലാതായി. എന്തോ ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു. വൈദ്യന്മാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും അയാളെ ചികിത്സിച്ച് രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഓരോ ദിവസം പോകുന്തോറും രാജാവിൻ്റെ മകൻ്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ മോശമായി കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈദ്യന്മാർ രാജാവിനോട് പറഞ്ഞു, ഇനി രക്ഷയില്ല. ഇന്നത്തെ രാത്രി അങ്ങയുടെ മകൻ്റെ അവസാനത്തെ രാത്രിയാണ്. ഇന്നവൻ മരിക്കും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. രാജാവ് വല്ലാത്ത അവസ്ഥയിലായി. അയാൾ ഒന്നും മിണ്ടിയില്ല. അയാൾ അയാളുടെ മകൻ്റെ അടുത്ത് ചെന്നിരുന്നു. മിണ്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു. തൻ്റെ വിധിയെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. പകൽ പോയി, രാത്രി വന്നു. രാജാവ് ഉറങ്ങിയതേയില്ല. രാജാവിൻ്റെ മകനെ നോക്കിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ വീണ്ടും പൊയ്ക്കൊണ്ടേയിരുന്നു. വെളുപ്പാങ്കാലമായി. ഒരിക്കൽ പോലും ഉറങ്ങാത്തത് കാരണം രാജാവിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. രാജാവ് അറിഞ്ഞില്ല. വെളുപ്പാങ്കാലത്ത് രാജാവ് അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ രാജാവ് അതിമനോഹരമായൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രാജാവ് വെറും ഒരു രാജാവായിരുന്നില്ല, ഒരു ചക്രവർത്തിയായിരുന്നു. ഒരു കൊച്ചു രാജ്യത്തെ ഭരിച്ചിരുന്ന അയാൾ ഇപ്പോൾ ഭൂമിയുടെ ഏകദേശം പകുതിയോളം അയാളുടെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. അത്ര വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി. സ്വർണം കൊണ്ടുള്ള കൊട്ടാരം, അതിൽ പടികൾ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. മിടുക്കന്മാരും വീരന്മാരുമായ 12 ആൺമക്കൾ ഈ ചക്രവർത്തിക്കുണ്ട്. അയാൾ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കുകയാണ്, സുഖമായി ജീവിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും അയാളുടെ രാജ്യത്തിൻ്റെ പതാക പറക്കുകയാണ്. പെട്ടെന്നാണ് അയാളുടെ ഭാര്യ അലറി വിളിച്ച് കരയാൻ തുടങ്ങിയത്. രാജാവിൻ്റെ മകൻ മരിച്ചിരിക്കുന്നു. ഭാര്യയുടെ കരച്ചിൽ കേട്ട്, റാണിയുടെ കരച്ചിൽ കേട്ട് രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റു. മകൻ മരിച്ച കാര്യം രാജാവിന് മനസ്സിലായി. രാജാവ് ചിരിച്ചു. രാജാവ് ചിരിക്കുന്നത് കണ്ടപ്പോൾ റാണിക്ക് വല്ലാതെയായി. അവർ രാജാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തായോ? നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ഒരേ ഒരു മകൻ മരിച്ചു പോയിരിക്കുന്നു, നിങ്ങൾ ചിരിക്കുകയാണോ? രാജാവ് പറഞ്ഞു, ഞാൻ ചിരിക്കാനൊരു കാരണമുണ്ട്.
ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. വിചിത്രമായൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഏത് മക്കളെ ഓർത്താണ് ഞാൻ കരയേണ്ടത്? കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് എനിക്ക് 12 മക്കളുണ്ടായിരുന്നു. വീരനും ധീരനുമായ 12 മക്കൾ. ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാനൊരു ചക്രവർത്തിയായിരുന്നു. സ്വർണം കൊണ്ടുള്ള കൊട്ടാരമുണ്ടായിരുന്നു. നീ കരഞ്ഞപ്പോൾ, ആ ശബ്ദം വന്നപ്പോൾ, ഒരൊറ്റ നിമിഷം കൊണ്ട്, കണ്ണ് തുറക്കുന്ന നിമിഷം കൊണ്ട് ആ രാജ്യമില്ലാതായി. 12 മക്കളില്ലാതായി. സ്വർണം കൊണ്ടുള്ള കൊട്ടാരമില്ലാതായി. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ദാ ഈ മകൻ മരിച്ചു കിടക്കുന്നതാണ്. ഇപ്പോൾ എന്തോർത്ത് കരയണം? കുറച്ച് മുൻപുണ്ടായിരുന്ന സാമ്രാജ്യത്തെക്കുറിച്ച് ഓർത്ത് കരയണോ? 12 മക്കളെക്കുറിച്ച് ഓർത്ത് കരയണോ? അതോ ഈ ഒരു മകനെക്കുറിച്ച് ഓർത്ത് കരയണോ? കാരണം കുറച്ച് മുൻപെല്ലാം സത്യമായിരുന്നു. അത് സ്വപ്നമായിരുന്നില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് വെറും ഒരു സ്വപ്നമായിരുന്നില്ല. നിങ്ങൾ ആരും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഈ മകനില്ലായിരുന്നു, ഈ രാജ്യമില്ലായിരുന്നു, നീയില്ലായിരുന്നു. ഞാനൊരു ചക്രവർത്തിയായിരുന്നു. ഇപ്പോൾ എല്ലാം പോയിരിക്കുന്നു. എൻ്റെ പേടി ഇതാണ്. സ്വപ്നം കണ്ടപ്പോൾ അതെല്ലാം സത്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു സ്വപ്നമായിക്കൂടെ? ഇത് സത്യമാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? എങ്ങനെ വിശ്വസിക്കും ഇത് സത്യമാണെന്ന്? എന്തോർത്ത് കരയണമെന്ന് എനിക്കറിയില്ല. പല സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറയുന്നത്, രാജാവ് പറയുന്നത് 100% ശരിയാണെന്നാണ്. ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ണടച്ച് കാണുന്നു. എന്നാൽ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് കണ്ണ് തുറന്നു വച്ചാണ്. പറയുന്നത് നമ്മളെല്ലാവരും ഉറക്കത്തിലാണെന്നാണ്. ഈ കാണുന്ന ജീവിതം വെറും ഒരു സ്വപ്നമാണെന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബുദ്ധനെ ദി അവേക്കൻഡ് വൺ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവേക്കൻഡ് വൺ. അവേക്കൻഡ് വൺ എന്നാൽ ഉണർന്ന വ്യക്തി എന്നർത്ഥം. ഉണർന്ന ഒരാൾ. ബുദ്ധനെ ഉണർന്ന ഒരാൾ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? കാരണം നമ്മളെല്ലാവരും ഉറക്കത്തിലാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധൻ ഉണർന്നിരിക്കുന്നു. അയാളിപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നില്ല. അദ്ദേഹം കാണുന്നതാണ് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ സത്യം. പറയുന്നത് യഥാർത്ഥ സമാധാനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കണം എന്നാണ്. ജീവിതം വെറും ഒരു സ്വപ്നമാണെന്ന് തിരിച്ചറിയണമെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല ആൾക്കാരും സിനിമ കാണുമ്പോൾ സിനിമ വെറും സിനിമയാണെന്ന് മറന്നു പോകും. തുടക്കത്തിൽ അവർക്കറിയാം ഇതൊക്കെ സിനിമയാണെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, സിനിമ തുടങ്ങിക്കഴിയുമ്പോൾ അവർ വളരെ സീരിയസ് ആവും. സിനിമയിൽ സങ്കടകരമായ ഒരു കാര്യം വരുമ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ടാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്. പലപ്പോഴും സീരിയലിലും സിനിമയിലും വില്ലനായി അഭിനയിക്കുന്ന ആൾക്കാർക്ക് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ആൾക്കാർ അവരോട് മോശമായി പെരുമാറാറുണ്ട്. ഇത് വെറും ഒരു അഭിനയമാണെന്ന് അവർ മറന്നു പോകുന്നു. അവർക്ക് തുടക്കത്തിൽ അറിയാം ഇത് സിനിമയാണ്, ഇത് സീരിയലാണ്, ഇത് അഭിനയമാണ്, ഇതൊന്നും സത്യമല്ല എന്ന്. പക്ഷേ ആൾക്കാർ അത് മറന്നു പോകുന്നു. ഒരു സിനിമ വിചാരിച്ചാൽ നിങ്ങളെ ഇത്രയ്ക്ക് ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രപഞ്ചം വിചാരിച്ചാൽ എന്തൊക്കെ സാധിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. പറയുന്നത് ഈ ജീവിതം വെറും ഒരു നാടകമാണെന്നാണ്. ഇത് വെറും ഒരു സ്വപ്നമാണെന്നാണ്. ഇത് തിരിച്ചറിയാത്തടത്തോളം നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ലത്രേ.